യേശുക്രിസ്തുവിന്റെ അന്ത്യ അത്താഴത്തിന്റെ ഓർമ്മ പുതുക്കി ക്രൈസ്തവർ പെസഹ വ്യാഴം ആചരിച്ചു. കുരിശുമരണത്തിന് മുമ്പ് യേശു തന്റെ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിയതിന്റെയും അവർക്കൊപ്പം അന്ത്യാത്താഴം കഴിച്ചതിന്റെയും എളിമയുടെ സന്ദേശം നൽകിയതിന്റെയും ഓർമ്മ പുതുക്കലാണ് പെസഹ വ്യാഴം. കടന്നുപോകൽ എന്നാണ് പെസഹ എന്ന വാക്കിനർത്ഥം. പെസഹ വ്യാഴത്തിന്റെ ഭാഗമായി ക്രൈസ്തവ ദേവാലയങ്ങളിൽ കാൽകഴുകൽ ശുശ്രൂഷയും പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകളും ഉണ്ടായി. അവിടുന്ന് ചെയ്ത പ്രവൃത്തികൾ എല്ലാം കാരുണ്യത്തിൻ്റെതാണ്. സ്വയം ചിന്തുകയും സ്വയം മുറിക്കപ്പെടുകയും ചെയ്തു എന്നതാണ് അതിൽ ഏറ്റവും വലിയ കാരുണ്യ പ്രവൃത്തി. അതും അനേകരുടെ മോചനദ്രവ്യമായി സ്വന്തം ജീവൻ സമർപ്പിച്ചുകൊണ്ട്. ശിഷ്യന്മാരുടെ കാൽകഴുകി ലോകത്തിന് മുഴുവൻ ക്രിസ്തു എളിമയുടെ സന്ദേശം നൽകിയതിന്റെ ഓർമ്മപ്പെടുത്തലാണ് പെസഹ വ്യാഴാഴ്ച ദേവാലയങ്ങളിൽ നടത്തിയ കാലുകഴുകൽ ശുശ്രൂഷ. തിരഞ്ഞെടുക്കപ്പെട്ട 12 പേരുടെ കാലുകളാണ് പുരോഹിതർ കഴുകി തുടച്ച് ചുംബിക്കുന്നത്. രാവിലെ കുർബാനയ്ക്ക് ശേഷം വൈകിട്ട് വരെ ദേവാലയങ്ങളിൽ ആരാധനയുണ്ട്. ജീവിക്കുവാനും പ്രാർത്ഥനാരൂപയിൽ വളരുവാനും ഞങ്ങളെ നയിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകത്തിന്റെ പാപം നീക്കുന്ന ദിവ്യകുഞ്ഞാടായ മിശിഹായെ ഞങ്ങളുടെയും മറ്റുള്ളവരുടെയും പാപങ്ങൾക്ക് പരിഹാരം രക്ഷിക്കാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമാകുന്നു. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ നിത്യരക്ഷ പ്രാപിക്കും എന്ന് അരുളിച്ചെയ്ത കർത്താവേ, അങ്ങയുടെ മഹനീയമായ ഈ ദാനം പരസ്പര സ്നേഹത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കട്ടെ. അവിടുത്തെ തിരുശരീര രക്തങ്ങൾ ഞങ്ങൾക്ക് നിത്യസൗഭാഗ്യത്തിന് കാരണമായി തീരുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. രാത്രി വീടുകളിൽ അപ്പം മുറിക്കൽ ശുശ്രൂഷ നടന്നു. അന്ത്യാത്താഴത്തിന്റെ സ്മരണയായാണ് പെസഹ വ്യാഴാഴ്ച വീടുകളിലൊരുക്കുന്ന പെസഹ വിരുന്ന്. കുടുംബത്തിലെ മുതിർന്ന വ്യക്തിയാണ് പെസഹ അപ്പം വിതരണം ചെയ്യുക. ഓശാന ഞായറാഴ്ച ആരംഭിച്ച വിശുദ്ധ വാരത്തിലെ 5-ാം ദിവസമാണ് പെസഹ. ദുഃഖവെള്ളിയാഴ്ച യേശുവിന്റെ പീഡാസഹനം, കുരിശുമരണം, കബറടക്കം എന്നിവ അനുസ്മരിക്കും. ഞായറാഴ്ചയാണ് ഉയിർപ്പ് തിരുനാൾ. UTV ന്യൂസ്, പാലക്കാട്.